ഇവിടെ വന്ന ബാലുശ്ശേരിക്ക് നമ്മൾ ചെറിയൊരു ഡോസ്, ഒരു ചെറിയൊരു ഗുളിക നമ്മളിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഓപ്പറേഷനോടുകൂടെ കവറടക്കിയിട്ടല്ലാതെ കൊണ്ട് പോകില്ല. ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരു നാഹിരതൻ ഗുഹയിൽ തിരുനബി റബ്ബിൻ സ്മരണയിലിരിക്കുമ്പോൾ ഇക്റാനബി എന്നതു ചെയ്തു അണഞ്ഞു ജിബ്രീൽ നബി അരികെ. ഒരു നാഹിരതൻ ഗുഹയിൽ തിരുനബി റബ്ബിൻ സ്മരണയിലിരിക്കുമ്പോൾ ഇക്റാനബി എന്നതു ചെയ്തു അണഞ്ഞു ജിബ്രീൽ നബി അരികെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, നാട്ടുകാരെ, സംഘടനാ സാരഥികളെ, SSFന്റെ പ്രവർത്തകരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളെ, മറ്റു ജനങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ ശബ്ദിക്കാൻ നാവ് ഉയർത്തിയ ചില ആളുകളുടെ ഭീകരമായ വാദങ്ങൾ നാം പൊളിച്ചെഴുതാൻ പോവുകയാണ്. ഈ ബിദ്അത്ത് എന്ന അതൊരു ആത്മീയമായ ഒരു പകർച്ചവ്യാധിയാണ്. നമ്മുടെ നാടുകളിൽ, നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ഒരു പകർച്ചവ്യാധിയായ ഒരു രോഗമുണ്ടെങ്കിൽ ആ നാട്ടിൽ അങ്ങനെ പകർച്ചവ്യാധിയുള്ള ഒരാൾ നമുക്കിടയിൽ വന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ആ രോഗം നമ്മളിലേക്ക് പടർത്തിപ്പിടിച്ചുകൊണ്ട് അവനും കൂടി അത് അനുഭവിക്കട്ടെ എന്ന് കരുതുന്നത് പോലെ ആത്മീയമായ പകർച്ചവ്യാധിയാണ് ബിദ്അത്ത്. ഈ ബിദ്അത്ത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മുജാഹിദ് പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ അദ്ദേഹം ഇവിടെ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ ബാലുശ്ശേരി ഓർത്തിട്ടുണ്ടോ എന്നറിയില്ല. ആ രോഗം ഇവിടെ പടർത്തുന്നതിന് മുമ്പ് ഇവിടെ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെ തിരുത്തി എഴുതാൻ, അതിനെ മറികടക്കാൻ ഒരിക്കലും തന്നെ സാധ്യമല്ല. ഇനി ഇവിടെ വന്ന ബാലുശ്ശേരിക്ക് നമ്മൾ ചെറിയൊരു ഡോസ്, ഒരു ചെറിയൊരു ഗുളിക നമ്മളിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഓപ്പറേഷനോടുകൂടെ കവറടക്കിയിട്ടല്ലാതെ കൊണ്ട് പോകില്ല. ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ വന്ന മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തെ തന്നെ വ്യക്തിപരമായി ആജമെടുക്കാം. അദ്ദേഹം സ്വയം തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഒരു ക്വാറിയിൽ പണിയെടുത്ത ആളായിരുന്നു, ഞാന് വലിയ അറിവുള്ള ആളൊന്നും ആയിരുന്നില്ല എന്ന നിലയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്വാറിയിൽ പ്രസംഗിച്ച ഏതെങ്കിലും ആളുകൾ ഇവിടെ എന്തെങ്കിലും വന്ന് വിളിച്ചു പോവുകയെങ്കിൽ അത് നമുക്കൊരിക്കലും എന്തെങ്കിലും പറയേണ്ടതില്ല. പക്ഷെ നിങ്ങൾ മതത്തെ തൊട്ടാണ് കളിച്ചത്, ഇസ്ലാമിനെ തൊട്ടാണ് കളിച്ചത്. അല്ലാഹുവിന്റെ ഇസ്ലാം എന്ന മതത്തെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞാൽ, ആളുകളുടെ വിശ്വാസം തകർക്കാൻ ശ്രമിച്ചാൽ അതിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ മലയാളികൾ മറുപടി പറയാൻ തയ്യാറാണെന്ന് നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പറയുന്നതിന് മുമ്പ് ഈ മുജാഹിദ് ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല, സഹാബികളുടെ കാലത്തില്ല, അങ്ങനെ തുടങ്ങി തബഅത്താബികളുടെയും കാലത്തില്ല. ഈ കഴിഞ്ഞ ഏതെങ്കിലും 1922 മുളച്ചു വന്ന ഏതെങ്കിലും വേണ്ടാത്ത ചെടികളെന്നല്ലാതെ അതിനെ വേറൊന്നും വിശേഷിപ്പിക്കാനില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന് പറയാനെന്നും പറഞ്ഞിട്ട് ആളുകളെ എങ്ങോട്ടാണ് വഞ്ചിച്ചു കൊണ്ടുപോകുന്നത്? സമുദായത്തോട് മറുപടി പറയണ്ടേ? നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ അഥവാ ബുക്കുകളിൽ, പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രഭാവ കേന്ദ്രമായി പരിചയപ്പെടുത്തുന്ന ഒരാളുണ്ട്. ആരാ? ഇബ്നു അബ്ദുൽ വഹാബ്. ഈ ഇബ്നു അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല,
ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകം ഈ മൊയ്തു മൗലവി പേജ് നമ്പർ 68 നോട്ട് ചെയ്തു വെച്ചോ. അദ്ദേഹം എഴുതുകയാണ്, പരിഭാവനമായ കാബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണയങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം മദീനപ്പെടുത്തി ഇങ്ങനെ കളവ് ചെയ്യുന്നവരാണോ ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത്? ചോദ്യം നമ്പർ 1 കുറിച്ചു വെച്ചോ. അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തും കബറുകളുടെ മേൽ തുർക്കികളുടെ മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. എന്നാൽ നാട്ടുകാരെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിരുന്നില്ല. അവരുടെ നേരെ വളരെ മമതയോടെ സുഭദ്രയോടും കൂടി പെരുമാറി. പിറ്റേ ദിവസം ഷാപ്പുകളെല്ലാം തുറന്ന് ജനങ്ങൾ വ്യാപാരത്തിൽ വിപുലരായി. ഇത് ഇബ്നു അബ്ദുൽ വഖാബിനെ സംബന്ധിച്ച് നിങ്ങളുടെ മൗലവിമാർ തന്നെ നിങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചെഴുതിയതല്ലേ? ഇത് ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല. ഇനി നിങ്ങൾ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ കേരളത്തിലെ വലിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്ന KM മൗലവിയും വക്കം മൗലവിയും ഉമർ മൗലവി തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് തന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അവര് പറഞ്ഞത് തന്നെ നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് കാലം എത്രയായി? നിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അനുയായികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട, ഇവിടെ തൗഹീദ് ഞാനാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശം ഊട്ടി ഉറപ്പിക്കൂ എന്നൊക്കെ ഇവിടെ വന്ന് വിളിച്ചു കൂവിയ ബാലുശ്ശേരിക്കാരാ, നിങ്ങളെ വിശ്വസിക്കണ്ട എന്ന് നിങ്ങൾക്ക് തന്നെ ബോധമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങൾ എന്തിനു വഞ്ചിക്കണം? ആ ക്ലിപ്പൊന്ന് കേട്ടോളെ. കേട്ടോങ്ങള്, ഒരാളെങ്ങൾ വിശ്വസിക്കരുത്, ഇന്നും വിശ്വസിക്കരുത്. എന്നാൽ അതിന് സുന്നത്തി വൽ ജമാഅത്തിന്റെ പടയാളികൾ പറയുന്നു, ഞങ്ങളെ വിശ്വസിച്ചോളൂ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ ആദർശം ശരിയാണ്, ഞങ്ങളുടെ ആദർശം ശരിയാണ്, ഞങ്ങൾ ഉറക്കെ പറയുന്നു. പിന്നെ ഇദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞ വിഷയം ആത്മീയ ചൂഷണം, ആത്മീയ ചൂഷണമാണ് നാം ഒക്കെ ചെയ്യുന്നത് എന്നാണ്. എന്നിട്ടൊരു ഹെഡിങ്ങും ജനമുന്നേറ്റം. എനിക്ക് തോന്നുന്നില്ല ജനമുന്നേറ്റാണ് എന്ന്. ജനമുന്നേറ്റം കണ്ടോളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ജനമുന്നേറ്റം കാണണമെങ്കിൽ കണ്ടോളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കണ്ടുപിടിച്ചോളൂ. നിങ്ങളുടെ ഈ ആത്മീയ ചൂഷണത്തിൽ ഒരു കാര്യമായിട്ട് ഒന്ന് പറഞ്ഞേ, നമ്മള് സലാത്ത് നഗറിൽ പോയി അവിടെ വിരിക്കുന്നു, പള്ളിക്ക് വേണ്ടി അവിടെ വിരിക്കുന്നു, എന്തുണ്ടെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് മുഴുവൻ സാമ്പത്തികമായ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മീയ ചൂഷണം നടത്തുന്നു എന്നാണ്. എന്നാൽ ഈ മൗലവ്യോ ഒരു വലിയ അല്ലാമല്ലേ, അല്ലാമുല്ലൂ. ഈ മുജാഹിദ് വാൽച്ചേരി ഞാൻ പിരിവ് നടത്തൂല, ഞങ്ങള് ഗോഡ് അള്ളാഹുവിന്റെ സമ്മാന ISM KNM നമുക്കൊന്നും ആ സമ്മാനം കിട്ടിയിട്ടില്ല, സാധ്യർക്കും കിട്ടിയിട്ടില്ല, ഷാഫിമാവിനും കിട്ടിയിട്ടില്ല. ഈ 1922 ശേഷം വന്ന ഈ കുറച്ച് ആദ്യക്കുട്ടികൾക്ക് കിട്ടിയതാ അള്ളാഹിന്റെ അടുത്ത് പ്രത്യേക തൗഫീഖല്ലേ. ആ ക്ലിപ്പ് ഒന്ന് കേട്ടോളെ. പ്രസ്ഥാനം നിങ്ങൾക്ക് പറയാനുള്ള സമ്മാനമാണ് കേരളം, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് കണ്ടുപിടി ഉണ്ടോ? സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും ജനങ്ങളുടെ ധനം അന്യായമായിട്ടില്ല. അത് ഞങ്ങളുണ്ടോ? ഉണ്ടോ? ഞങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. 9-34 വചനം ശരിക്കും പഠിച്ചോളി. ഏത് മേഖലകളിലും നവോത്ഥാന പ്രസ്ഥാനം ശരിക്കും പഠിച്ചോളി.
മൂപ്പര് പറഞ്ഞൊരു വാചകം കേട്ടോ, നവോത്ഥാന പ്രസ്ഥാനാണ്. എന്ത് നവോത്ഥാനങ്ങൾ കൊടുക്കുന്നത്? പരമ്പരയിലുള്ള മുസ്ലിമീങ്ങളെ ചെറുക്കാക്കിയതാണോ നിങ്ങളുടെ നവോത്ഥാനം? ചോദിക്കട്ടെ, അതാണോ നിങ്ങളുടെ നവോത്ഥാനം? അല്ലെങ്കിൽ നിസ്കാരത്തിനെ വികലമാക്കിയതാണോ നിങ്ങളുടെ നവോത്ഥാനം? ഈ മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയേണ്ടത് സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ കാലഘട്ടത്തിൽ അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഞങ്ങൾക്ക് ആ ഗതികേടില്ല. ഞാൻ ഇവിടെ വെച്ച് വെല്ലുവിളിക്കുന്നു മുജാഹിദ് ബാലിശ്ശേരി, അങ്ങനെ ഒരു ഫത്വയുടെ കഷ്ണം കാണിച്ചു തരാൻ സാധിക്കുമോ? ഞങ്ങളുടെ പണ്ഡിത സഭയിൽ നിന്ന് അങ്ങനെ ഒരു ഫത്വ കാണിച്ചു തരാൻ, അടിപ്പാവാട ധരിക്കരുതെന്ന് ഒരു ഫത്വ കാണിച്ചു തരാൻ ഇവിടെ ആർക്കമുള്ള മുജാഹിദുണ്ടോ? അതൊന്ന്. ഇനി മൂപ്പരെന്താ പറഞ്ഞേ? പിരിവ് വാങ്ങിയിട്ടില്ല. ശരിക്കും പഠിച്ചോളി. അത് മൂപ്പര് ആഴ്ച വീഴുന്ന നിങ്ങളെ എത്ര കാലായി കുട്ടികളെ കാണണേ? വേണ്ടാത്ത പണിക്ക് നിൽക്കണോ? മൂപ്പര് പറയാ പിരിവൊന്നും വാങ്ങിയിട്ടില്ല. ഒന്നും കൂടി മൂപ്പര് പറയണ്ടേ, ഞങ്ങൾ പിരിവ് വാങ്ങൂല അങ്ങനെ. എന്നിട്ട് മൂപ്പര് പറയാ വലിയ സംഖ്യ വല്ലതും തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി എനിക്ക് അയച്ചു തരിക. എങ്ങനെ? നമ്മൾ സലാത്തിന് വിരിക്കുമ്പോ സലാത്തിന്റെ ചെലവിലേക്ക് മറ്റേ പരിപാടി മൂപ്പര് പറയാ എനിക്ക് പൈസ തരണമെന്നുണ്ടോ? എന്റെ പോക്കറ്റിൽ ഇവിടെ നിങ്ങൾ പേരോട് ഉസ്താദ് സിറാജിലേക്ക് മേടിക്കുന്നതിനെ സംബന്ധിച്ച് ആക്ഷേപിക്കാറില്ലേ? അത് പേരോട് ഉസ്താദ് സ്വന്തം എടുക്കാറാണോ? സ്വന്തം എടുക്കാറാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ? ആത്മീയ ചൂഷണം അല്ലേ? ആരാണ് ഈ ആത്മീയ ചൂഷണം ആദ്യം ചെയ്തേ? ഇപ്പൊ ഒന്ന് സംസ്കരിച്ചരാം. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങി ഉണ്ടോ? വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു വരുമ്പോ നമ്പർ വാങ്ങിക്കോളൂ. ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. മുജാഹിദുകളൊക്കെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി, അടുത്ത പ്രാവശ്യം വരുമ്പോ ഇട്ടെടുക്കാൻ. ഒരു 2 പവൻ കൂടുതൽ മേടിച്ചാണ് എല്ലാരും കൊടുക്കാലോ. അപ്പോ മൂപ്പര് പറഞ്ഞതിൽ തന്നെ ഇങ്ങനെ ആത്മീയ ചൂഷണം നടത്തുന്നു എന്ന് ഒരു ഭാഗത്ത് പ്രസംഗിക്കുമ്പോ അടുത്ത ഭാഗത്ത് തിരിഞ്ഞു നിന്നിട്ട് അതിനെതിരെ പിരിവ് തരൂ, എനിക്ക് പൈസ തരൂ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? എവിടുത്തെ ഇസ്ലാമാണ്? ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇതാണോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്നത്? ഇതാണോ പാരമ്പര്യത്തിലൂടെ നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ കൂവി വിളിച്ചത്? എന്നിട്ട് അതിലും തീർന്നോ? ഇല്ല. ഉപ്പരന്നില്ലേ സ്വർണം ഉണ്ടെങ്കിൽ കൊടുക്കാന്ന്. അപ്പൊ അത്ര കൊടുത്തോളന്നില്ല, അങ്ങനെ കിട്ടിക്കോളന്നില്ല. അപ്പൊ മൂപ്പര് പറയാ സ്വർണം വേണോ സ്വർഗം വേണോ? ഉപ്പര് കയ്യിലിങ്ങനെ പിടിച്ചിക്കാൻ, നിങ്ങൾ സ്വർണം തരണമെങ്കിൽ അപ്പോൾ സ്വർഗം തരാം. അള്ളാഹു താല ഏൽപ്പിച്ചതാ. അള്ളാഹു താല പ്രത്യേകിച്ചാണ്ട് ഏൽപ്പിച്ചെടുത്തതാ. ഈ കോലത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വളർന്നിട്ട് ആത്മീയ ചൂഷണങ്ങൾ ഞാൻ വിശദമായി പറയുന്നുണ്ട്. ഓരോ വിഷയം ഈ ഇരുത്തിട്ട് അവിടുന്ന് പോകുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് മൂപ്പര് സ്വർണം ചോദിക്കണമെന്ന് കേട്ടോളി, സ്വർഗം കൂടി കൊണ്ട് കൊടുക്കണം. പലപ്പോഴും ക്ലാസ് അല്ലേ വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട് അവിടെ ഇടുക. 1 പവൻ 2 പവൻ 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ? സ്വർഗം വേണമോ സ്വർണം വേണമോ? ഞങ്ങളാരും അങ്ങനെ പറയാറില്ല. ഞങ്ങള് എന്തെങ്കിലും പിരിവ് വരുമ്പോ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം എന്ന് പറയുകയല്ലാതെ സ്വർണം ഞങ്ങളിങ്ങനെ സ്വർണത്തിന് വിൽക്കണ ജ്വല്ലറി പരിപാടി ഞങ്ങൾക്കില്ല എന്നാദ്യം തന്നെ മനസ്സിലാക്കിക്കോ. ഇനി മുജാഹിദ് ബാലുശ്ശേരിക്ക് ബാലുശ്ശേരിയിൽ വല്ല ജ്വല്ലറിയും തുടങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് അപേക്ഷിച്ചു കൊള്ളുന്നു. വേറൊരാളും കൂടി
ഒപ്പര ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് ജോറാക്കി പ്രസംഗിച്ചിട്ട് മൂപ്പര ഖുതുബയിൽ നിന്നിട്ട് നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനം നീച്ചുന്ന എന്താ പറയുന്നത്? അടുത്തു പോകുന്ന ആ വഴിയിൽ ജമാഅത്താർ പോകണമെങ്കിൽ ഓനെ പറ്റി രണ്ടു വർത്താനം, ഇപ്പുറത്ത് സുറ്റിക്കാർ പോകുന്നുണ്ടെങ്കിൽ ഓനെ പറ്റി രണ്ടു വർത്താനം. ഇങ്ങനെ പോകുന്നവരെ സംബന്ധിച്ചും കാലികമായിട്ട് നിങ്ങൾ ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറയുക എന്നല്ലാതെ ആത്മീയ ചൂഷണം ഞങ്ങളുടെ മേലിലിട്ടത് കൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. പറയുന്ന നിങ്ങളുടെ ഫീസ് പോരുമെന്നല്ലാതെ ഞങ്ങൾക്കിവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല. നമ്മുടെ സീറ്റ് പറയാ കുത്തുബേല് ഇവിടെ കാന്തപുര ഉസ്താദ് ഷാറേ പാർക്കിന്റെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. 25,000 പേർക്ക് നിസ്കരിക്കാവുന്ന ഒരു പള്ളി. എന്നാ നമ്മുടെ മുജാഹിദാരുണ്ടാക്കണോ 4 ആൾക്ക് വേണ്ടി 4 കോടിയുടെ പള്ളി. അതിന് ഷെയർ ഭയങ്കര വിളിയല്ലേ? എന്താ അതൊന്നും ആത്മീയ ചൂഷണമല്ല, അപ്പൊ ദഅവത്തല്ലേ, ദഅവ പ്രവർത്തനം, ദീനീയ പ്രവർത്തനം. അതൊന്ന് കേട്ടോളെ ഖുതുബയുടെ ഇടയിൽ പിരിപ്പിരിക്കണേ. ജുമഅക്ക് വന്ന നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമുണ്ട്. എന്താണ് അനുഗ്രഹം? ഈ കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് മട്ടന്നൂർ. മട്ടന്നൂരിൽ നമുക്കൊരു പള്ളി വേണോ? പള്ളി ഇല്ലേ അവിടെ? ഇല്ല എന്ന് നമ്മൾ ചോദിക്കും. അവിടെ പള്ളി നിർബന്ധമാണല്ലോ. നമുക്കൊരു പള്ളി വേണം. പക്ഷേ അവിടെ നമുക്ക് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം, 3-4 പ്രവർത്തകർ മാത്രം പള്ളി നിർബന്ധമാണ്. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ ബാങ്കിലുണ്ട്. ആ ലക്ഷങ്ങളിൽ നിന്ന് ഒന്ന് മറ്റൊരു സുജൂദ് ചെയ്യാതെ സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ കൈകളിൽ സ്വർണമുണ്ട്. ആ സ്വർണം നിങ്ങൾ മരിച്ചാൽ ആദ്യമായി വസ്ത്രത്തിന് മുമ്പ് ഊരിയെടുക്കുന്നത് ആ സ്വർണം മട്ടന്നൂരിൽ പടച്ചവരെ മാത്രം ആരാധിക്കുന്ന ഇതേപോലെയുള്ള മിമ്പറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോ? നാം ചിന്തിക്കുക. സാധിക്കുമെങ്കിൽ 1-2 ഷെയറുകൾ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ. അല്ലാത്തവർ 1 ഷെയർ 1 ലക്ഷം, അര ഷെയർ, അതിനും സാധ്യമല്ലേ? ഷെയർ ഇല്ല, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, എനിക്കൊരു 10,000 രൂപ, അതിനും സാധ്യമല്ല. കുട്ടികളുടെ അടുത്ത് സമ്പാദ്യം ഇപ്പോൾ 1000 രൂപ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കയ്യിലെങ്കിലും കൊണ്ടുവന്ന് തരാൻ പറ്റും. അതുകൊണ്ട് എന്താ പറഞ്ഞു? ഷെയർ, 1 ഷെയർ 1 ലക്ഷം റുപ്യ. നമ്മളിവിടെ 1 ഷെയറിന് ഒരു 1000 റുപ്യ സാധാരണക്കാരൻ കൂടി പങ്കെടുപ്പിക്കാന്. ഒരിക്കലും കാന്തപുരസ്താവിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടേക്ക് ആ 1000 റുപ്യ മേടിക്കുന്നത്. നിങ്ങൾക്ക് പുണ്യം ആ പള്ളി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഷെയർ സൂക്ഷിക്കുന്നതിന്റെ ഒരു ഭവനമുണ്ടാക്കാൻ സഹായിച്ചതിനുള്ള കൂലി. അത് മാത്രമല്ല, അവിടെ 25,000-ഓളം ആളുകൾ വരുമ്പോ അവർക്ക് നിസ്കരിക്കുമ്പോൾ അതിന്റെയൊക്കെ മിസ്ലി സവാബിന്റെ ഒരു ഭാഗം ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിമുകൾക്കും കിട്ടണമെന്ന് പറയുമ്പോ അതിനെതിരെ ശബ്ദിക്കുക, എന്നിട്ട് 1 ലക്ഷം ഷെയർ വാങ്ങാം. നല്ല പരിപാടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മൊത്തത്തിൽ ഇതാണ് ആത്മീയ ചൂഷണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും 2 നോട്ടീസ് ഒട്ടിച്ചത് കൊണ്ട് കാലിളകുന്നവരല്ല സുന്നികൾ എന്നാദ്യം തന്നെ മനസ്സിലാക്കുക. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു തൗഹീദിന് ഭയങ്കര ആൾക്കാരാവും. തൗഹീദ് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് ഇവർ പറയും ഞങ്ങൾ തൗഹീദിന്റെ ക്യാമ്പയിൻ നടത്തും, ഞങ്ങൾ അല്ലാഹുവിന് മാത്രം പ്രവർത്തിക്കാൻ ഞങ്ങൾ വിശദമായിട്ട് വരുന്നത്. ഇസ്ലാം കാര്യം, ഇസ്ലാം മതമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. ഇസ്ലാം മതത്തിൽ 5 സ്തംഭങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേത് ഷഹാദത്തൈനി, 2 ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ വിശ്വസിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിഭാജ്യമായ ഘടകമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ നമ്മുടെ മുജാഹിദരെ കുറച്ചൊക്കെ വ്യത്യാസം വേണ്ടേ? പണ്ടൊരാള് പറഞ്ഞേ ഓനങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കാട്ടണ്ടേ, ഓൻ ഇങ്ങനെ കാട്ടിയല്ലേ നമ്മൾ അങ്ങനെ കാട്ടണ്ടേ. അപ്പൊ സത്യത്തിൽ എന്താ കാട്ടിയ അതന്നെ കാട്ടി എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്നവരെ മുസ്ലിം ആവുകയുള്ളൂ എന്നുള്ളത് ഖണ്ഡിതമാണ്. അത് ഇവിടെ വന്നിട്ടും കുറെ പാടിയതാ. എന്നാൽ സാധാരണക്കാരുടെ പറയില്ല. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരെ ഞാൻ നിഷ്പക്ഷമായി ക്ഷണിക്കുകയാണ്, നിങ്ങൾ ഇത് പഠിക്കണം. നിങ്ങളുടെ മൗലവിമാർ പറയുന്നത് എന്താ? നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ ഇസ്ലാമിന്റെ പാരമ്പര്യം, അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ്
ഇവര് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞങ്ങളുടെ ഉസ്താദുമാർ ഇവിടെ റെഡിയാണ്, നിങ്ങൾ അങ്ങനെ സംശയം തീർക്കുക എന്നല്ലാതെ ഏതെങ്കിലും ബാലുശ്ശേരിക്കാരൻ വന്ന് 2 ഡയലോഗ് അടിക്കുമ്പോഴത്തേനും അത് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടാൻ മാത്രം നമ്മൾ അധപ്പതിച്ചവരല്ല എന്ന ബോധം ഓരോ മുസ്ലിമിനും ഉണ്ടായിരിക്കണം. അല്ലാഹു തആല പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ വിശ്വസിക്കാതെയും, അഥവാ മുജാഹിദ് ബാലുശ്ശേരി പറയണേ, നമ്മളിങ്ങനെ ഒരു പണ്ട് കാലത്തൊക്കെ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഏതാ വീട് എന്ന് തിരിച്ചറിയില്ല. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കണേ, മൊയ്യീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ. അങ്ങനെ ഒന്ന് കേൾക്കുമ്പോ നമ്മളത് മനസ്സിലാക്കും, അത് മുസ്ലിമിന്റെ വീടാ. എന്നാൽ തൊട്ടടുത്തൊരു വീട്ടിൽ നിന്നും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ ബാലേട്ടൻ മുസ്ലിമാണ്. എത്ര സങ്കടപ്പെടുത്തുന്ന വാക്കുകളാണ്. ഇവിടെയുള്ള ഹൈന്ദവ സമൂഹക്കാർ, അവരെ സംബന്ധിച്ച് അവർ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേദനിക്കൂലേ? നമ്മളെ സംബന്ധിച്ച് കാഫിറാണെന്ന് പറഞ്ഞാൽ നമുക്കും വേദനിക്കൂലേ? എന്തിനാണ് ഈ വൈകാരികമായി വെറുതെയുള്ള പ്രസ്താവനകൾ നടത്തണം? എന്തിനു ഭിന്നിപ്പുണ്ടാക്കണം? നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? എന്തുകൊണ്ട് സത്യം അനുകൂലിച്ചുകൂടാ? എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ പിന്തിരിപ്പുണ്ടാക്കുക എന്ന ജൂതന്മാരുടെ നടപടി എന്തിനു നിങ്ങൾ ഏറ്റെടുക്കണം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നമുക്കൊന്നായി ഇസ്ലാമിനെ വളർത്തിക്കൂടെ എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. അപ്പോ ഇങ്ങനെ ഇദ്ദേഹം തന്നെ, ഈ മുജാഹിദുകാർ തന്നെ ചിലതില് ആവശ്യമില്ലാതെ ഈ ശ്രീ രവിശങ്കറെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചും അങ്ങനെയുള്ളവരെ പറ്റിയിട്ട് വലിയ വലിയ പേരുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, മൂസാ നബിനെ പറ്റി മൂസാ നബി അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ഇന്നുള്ളവരൊക്കെ പേര് കൂട്ടിയിട്ട് വലിയ പൗരോഹിത്യത്തിന്റെ ആളുകളാണെന്നും പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ അമുസ്ലിമീങ്ങൾക്കിടയിലും മുസ്ലിമീങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഞാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരോട് പറയട്ടെ, നിങ്ങളുടെ മതപ്രകാരം ഞാൻ മനസ്സിലാക്കുന്നു 4 വേദങ്ങളാണുള്ളത്. ആ 4 വേദങ്ങൾക്ക് അപ്പുറമായി മറ്റെന്തിൽ വന്നാലും സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെത്. ഇതിനെതിരായിട്ട് മറ്റൊരാൾ വന്നിട്ട് നിങ്ങളെല്ലാവരും ഹിന്ദു പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കൂലേ? അതുപോലെ തന്നെയാണ് ഞങ്ങളും ഇവിടെ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കാനോ ഭിന്നിപ്പുണ്ടാക്കാനോ അല്ല. വസ്തുപരമായ കാര്യങ്ങൾ എതിർക്കുന്ന രീതിയിൽ, തെറ്റാണെന്ന രീതിയിൽ പറഞ്ഞാൽ ആരും സംശയിച്ചു പോകുമെന്നല്ലാതെ ഇതിലൊന്നും ഒരു കയമ്പില്ല. അപ്പോഴോ ഇവിടുത്തെ ഹൈന്ദവ സമൂഹക്കാരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു തിരയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം എല്ലാ മതക്കാരും ഒന്നിച്ചു കഴിയുന്ന ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് അതിനെതിരെ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരം പ്രസ്ഥാനക്കാരെ നാം സൂക്ഷിക്കേണ്ടതില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബാലേട്ടൻ മുസ്ലിമാണ്, അതുപോലെ മൊഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ മറ്റൊരു മുഖം. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരൊന്നേ, മുജാഹിദിന്റെ പ്രവർത്തകരൊന്നും അങ്ങനെ ഒരു വാർത്ത ചിലപ്പോൾ കേട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ നേതാക്കളുടെ അവരുടെ ആശയം എന്താണെന്നും അവർ ഈ സമൂഹത്തോട് പഠിപ്പിക്കുന്നത് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. സുബ്ഹാനല്ലാഹ്, എത്ര അപകടം പിടിച്ച വാക്കാ! ഇസ്ലാമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം തന്നെ ഭംഗം വരുത്തിയാൽ അതിനെതിരെ നാം എന്താണ് പറയുന്നത്? ഞാൻ അതിനെപ്പറ്റി വിശദമായി പറയുന്നില്ല, പറഞ്ഞ കുറച്ച് കൂടിപ്പോ. ഈ അടുത്തായി റഹീം കുറ്റ്യാടി ഒരു പുസ്തകം എഴുതി. പേരോട് ഉസ്താദിന്റെ നാട്ടിലായോട് പെട്ടെന്ന് കുടുങ്ങി പെട്ട്. ഇപ്പൊ സാഹിത്യാണെന്ന് പറഞ്ഞിട്ട് ഒഴിയ
സാഹിത്യമൊക്കെ പഠിച്ചവരാണ് ഇവിടെയുള്ള സുന്നികൾ. ഞങ്ങളുടെ ഖസീദത്തുൽ ബുർദ നിങ്ങൾ നോക്കൂ, അതിനേക്കാൾ സാഹിത്യമുള്ള ഒരു അറബി രചന നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഉറുദു പദ്യങ്ങൾ, ഞങ്ങൾ ചെല്ലുന്ന നാത്തി ഷരീഫുകൾ, അതിനേക്കാൾ മധുരമുള്ള ഒരു സ്വരമുണ്ടോ? നാരേ റിസാല എന്ന് പറയുമ്പോ, യാ റസൂലല്ലാഹ് എന്ന് ഉറക്കെ പറയുമ്പോ, നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോ ശഫാഅത്ത് തേടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗലിൽ നിന്നും ഹൗലുൽ കൗസർ മുക്കി കൊടുക്കുമ്പോ എനിക്ക് ചെന്ന് പറയാമല്ലോ യാ റസൂലല്ലാഹ് എന്ന് ഞാൻ നബിതങ്ങളെ വിളിച്ചിട്ടുണ്ട്, നബിതങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അത്രയും പുണ്യവും കിട്ടുന്ന ഒരു സാഹിത്യം നിങ്ങളുടെ അടുത്തുണ്ടോ? ഞാൻ സാഹിത്യത്തിലേക്ക് അധികം കടക്കുന്നില്ല. ഈ മുക്തിമാർഗം പേജ് 42 ഇദ്ദേഹം പറയണേ, ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞവരാണ് ഇസ്ലാം. മറ്റുള്ള മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഗീത അവർക്ക് പ്രകാശമായിരിക്കാം, ബൈബിൾ അവർക്ക് പ്രകാശമായിരിക്കാം. പക്ഷെ ബാക്കിയുള്ള മതസ്ഥർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അവരോട് പറയാ ഗീത ഒന്നാ, ബൈബിൾ ഒന്നാ, ഖുർആൻ ഒന്നാ. ഇപ്പൊ വരണോ ചിന്തിക്കൂ, അവിടെ നിന്നാ ഒന്നൊന്നുള്ളൂ, ഇത് മൂന്നും ഒന്നാണല്ലോ, അതിൽ ഒന്നിലൊന്ന് നിൽക്കലല്ലേ ഏറ്റവും നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന ഏറ്റവും ലജ്ജാകരമായ വാക്കുകൾ ഞാൻ വായിക്കാം. ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചെറിഞ്ഞ നേർവഴിയിലൂടെ ശ്രീകൃഷ്ണനും യേശുവും മുഹമ്മദ് നബിയും മോശയും ശ്രീവ്യാസനും ചാമോളും ശ്രീബുദ്ധനും, നബിയോടൊപ്പം പറയുന്ന പേരുകളാ ഒക്കെ പുതിയ പുതിയ നബിമാരാ, നമ്മളൊന്നും കേട്ടില്ല. ശ്രീബുദ്ധനും അബ്രഹാമും നോഹയും ദാവൂദും മറ്റനവധി വിശുദ്ധരായ നബി പൂങ്കവന്മാരും മുനിശ്രേഷ്ഠരുമൊത്തുള്ള ഈ ആത്മാന്വേഷണ യാത്രയുടെ പരിസമാപ്തിയിൽ മുക്തിമാർഗ കവാടത്തിൽ നാം ഇപ്പോൾ ഒന്നിച്ചെത്തിച്ചേർന്നിരിക്കുന്നു. എന്താ പറഞ്ഞത് മൗലവിമാരെ? നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ? നിങ്ങൾ പറയുന്നത് ശ്രീബുദ്ധൻ പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മതവും എല്ലാം കൂടി ഒന്നിച്ചെത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണോ? അതോ മുസ്ലിമീങ്ങളുടെ വിശ്വാസം തകർക്കണമെന്ന ഒരൊറ്റ അജണ്ട കൊണ്ടാണോ? നിങ്ങളുടെ അനുയായികൾക്ക് അതൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. മാത്രമല്ല നിങ്ങളുടെ മുക്തിമാർഗത്തിൽ പിന്നെയും എഴുതുകയാണ്, ദൈവം നമ്മുടെ അടുത്തെത്തി. ഫ്ലൈറ്റിലാണല്ലോ വന്നത്, പുതിയ എയർലൈൻസ് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊടുന്നതാ. എവിടുന്നാ മൗലവിമാരെ നിങ്ങൾ എണീറ്റ് വരുന്നത്? ബോധമില്ലാതെ എന്തെങ്കിലും പറയുമ്പോ ദീനിന്റെ കാര്യം തെരഞ്ഞെടുക്കാൻ നിങ്ങൾ എന്താണ് പ്രചോദനമായത്? അത് ജൂതന്മാരുടെ ഏർപ്പാട് കൊണ്ടല്ലേ? വായിക്കാം. അങ്ങകലെ അജ്ഞാത മണ്ഡലത്തിൽ നാം സങ്കൽപ്പിച്ചാരാധിച്ചിരുന്ന നമ്മുടെ ദൈവം ഇതാ രക്ഷകനായി കരുണാമയനായി നമ്മുടെ എല്ലാം അടുത്തെത്തി നിൽക്കുന്നു. നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിഞ്ഞു, നമ്മുടെ മാതാപിതാക്കളാരെന്നറിയാനും കഴിഞ്ഞു. നമ്മുടെ എല്ലാം ദൈവം, ശ്രദ്ധിച്ചോളൂ, നമ്മുടെ എല്ലാം ദൈവം ഇപ്പോഴും നാം അറിയാതെ നാം തമ്മിൽ സ്നേഹഭാഷത്തിൽ ബന്ധിതരായി നാമും ഒന്നായി ഇസ്ലാമിനെ തകർക്കുന്ന ജൂതീയന്മാരുടെ നടപടി ഏറ്റെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരസ്യമായ മുഖം തന്നെ സ്വീകരിച്ചുകൂടെ? എന്തിനൊരു ഒളിപ്പോരിന്റെ അങ്ങനെ ഒരു ഭാഷ നിങ്ങൾ സ്വീകരിക്കണം? ഇത് ഇസ്ലാമിനെ തകർക്കാനല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇവര് പലതും പല സ്ഥലങ്ങളിലും പല ബുക്കുകളിലും പറയുന്നുണ്ട്. എന്നാലും ഇവിടെ അല്ലാഹു തആലയോട് മാത്രമേ ആരാധിക്കാൻ പാടൂ എന്ന് പറഞ്ഞത് പ്രകാരം നമുക്ക് ആ രീതിയിൽ ചർച്ച കൊണ്ടുപോകാം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൽ ഒന്നാമത്തെ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധനയില്ല. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്കൊരു വിശ്വാസമുണ്ട്, മുസ്ലിമീങ്ങൾക്കൊരു വിശ്വാസമുണ്ട്.
ആ വിശ്വാസം പോലും തകർത്തെറിയുന്ന വളരെ ഭീകരമായ അവസ്ഥയിലാണ് ഇന്നത്തെ മൗലവിമാര് പോകുന്നത്. നിങ്ങൾക്കറിയുമോ, ഇപ്പോൾ വഹാബി മൗലവിമാർ പറയുന്നത് ആദ്യം മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞത്, ഞാൻ നോക്കി വായിക്കാം. മുജാഹിദിന്റെ ഫതാവ അൽ മനാർ 1952 മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷം അവരിറക്കിയ അവരുടെ മുഖപത്രമായ അൽ മനാറാണ് എന്റെ കയ്യിൽ. അൽ മനാറിന്റെ ഫോട്ടോസ്റ്റാറ്റാണ്. അല്ലാഹുവിന് ജഡം നോട്ട് ചെയ്തോ മൗലവിമാരെ, നിങ്ങളുടെ KM മൗലവിയും ഉമർ മൗലവിയും നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോ എഴുതി വെച്ചതാ ഞാൻ വായിക്കുന്നത്, നിങ്ങളുടെ ഫതാവയാ ഞാൻ വായിക്കുന്നത്. അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വല്ല പ്രവാചകനും ഉണ്ടെന്നോ ഉണ്ടാകുമെന്നോ വിശ്വസിക്കുക. വല്ല സൃഷ്ടികൾക്കും വഴിപാട്, പൂജ മുതലായവ നടത്തുക എന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ രൂപീകരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിയെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അരൂപിയായ അള്ളാഹുവിനെയാണ്. എന്നാൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങളുള്ള അള്ളാഹു എങ്ങനെയാണ്? ഞാൻ വായിക്കാം. KNM-ന്റെ ഖുർആൻ പരിഭാഷ 1-ാം വോള്യം 123-ാമത്തെ പേജ്. ഫാൻസി നമ്പറാ, നല്ല ഓർമ്മിച്ചൊക്കെ നല്ല സുഖ ഓർമ്മിച്ചോളെ. 1988. പ്രദേശവുമായോ അവന് പ്രത്യേകം അടുപ്പവും ബന്ധവുമില്ല. അതിനാൽ അവൻ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടെങ്കിലേ അവന്റെ ആഭിമുഖ്യം ശ്രദ്ധയും അതിലുണ്ടാവുകയൊന്നുമില്ല. അവൻ എന്തെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതനായുള്ളവനല്ല. അവൻ അല്ലാഹു തആല ഒരു സ്ഥലത്തുണ്ടെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിന് ജഡം നിർണയിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ആദ്യം പറഞ്ഞത്. എന്നിട്ട് ജൂൺ 1-ന് മുജാഹിദുകൾ പുളിക്കലിൽ വെച്ച് ചർച്ച നടത്തുന്നു. ഇങ്ങനെ ആയാ മതിയോ നമ്മുടെ അള്ളാഹു? അതിനെ തിരുത്തി എഴുതണ്ടേ? നമുക്ക് പുതിയൊരു അള്ളാഹുവിനെ കൊണ്ടുവരണ്ടേ? 2001 ജൂൺ 4-ന് പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ 3-ാം തീരുമാനത്തിലെ ഒരു ഭാഗം ഇപ്രകാരമാണ്. കേട്ടോളൂ. തൗഹീദിനെ റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അൽ അസ്മാ വസ്സിഫാത്ത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്നും തീരുമാനിക്കുകയും ചെയ്തു. ജംഇയ്യത്തുൽ ഉലമാ തീരുമാനങ്ങൾ പേജ് 2. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ 2005 ഏപ്രിൽ അൽമനാറിൽ നിങ്ങൾ പിന്നെയും അല്ലാഹു തആല സിംഹാസനത്തിൽ അധിഷ്ഠിതനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹു തആല ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണെന്ന് നിങ്ങൾ വിവരിച്ചില്ലേ? എന്നിട്ട് ഹുസൈൻ സലഫി പറയുകയാണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്? മേപ്പോട്ട് നോക്കിയിട്ടാണോ കീപ്പോട്ട് നോക്കിയിട്ടാണോ? അങ്ങനൊന്നും പറയാൻ കഴിയില്ല. ഇരുന്നു എന്ന് പറയുന്നത് തന്നെ അത് ഒരു ജഡം കൽപ്പിക്കലല്ലേ, ഒരു സ്ഥലം കൽപ്പിക്കലല്ലേ? ഇത് എവിടുന്നാണ് മതം നിങ്ങൾ കൊണ്ടുവന്നത്? ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ശ്രദ്ധിക്കൂ. അല്ലാഹു തആല ആകാശത്തിൻ മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ്. ഇതിന്റെ ആശയം ആർക്കെങ്കിലും മനസ്സിലാവാതെ പോയാലോ? ഒന്നും കൂടി ഉറപ്പിച്ച് പറയാ. ഇതിന്റെ ആശയം അള്ളാഹു സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് തന്റെ ദാത്തോടെ, ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജസദാണ്, ജഡമാണ്. നിങ്ങൾ കൽപ്പിച്ചില്ലേ ജഡം? ദാത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ. നിങ്ങൾ പരമ്പരയോടും നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ സുന്നികൾ പരമ്പര എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊന്നും പരമ്പരയില്ല എന്ന്. എന്നാൽ നിങ്ങളുടെ മൗലവിമാർക്കാണോ പരമ്പരയുള്ളത്? നിങ്ങളുടെ മൗലവിമാരുണ്ടാക്കിയ ആ വാദമെങ്കിലും താങ്ങി നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടൂ. അതിനുശേഷം അള്ളാഹുവിനെ സംബന്ധിച്ച് എഴുതുകയാണ്, രാത്രി 3-ൽ ഒരു ഭാഗം ശേഷിച്ചിരിക്കെ
ഒന്നാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പച്ചക്കള്ളം പറയുന്ന ഇവർക്ക് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യാൻ മടിയുണ്ടാകൂല, ഇബാറത്ത് ദുർവ്യാഖ്യാനം ചെയ്യാൻ മടിയുണ്ടാകൂല. ഉസ്താദുമാരുടെ സുന്നി പണ്ഡിതന്മാരുടെ കാസറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് സ്വപ്നത്തിന്റെ കാര്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാൻ മനസ്സ് വരൂല എന്നുറപ്പല്ലേ? എന്നാ മൂപ്പരെന്താ പറഞ്ഞത്? രാത്രി 3 ഭാഗം ശേഷിച്ചിരിക്കെ ഒന്നാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധപ്പതിച്ചതാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. കാരണം രാത്രി 1/3 ഭാഗമാകുമ്പോ അള്ളാഹു താല ഇറങ്ങി വരിക. അപ്പൊ അള്ളാഹു താല ഇങ്ങനെ ഒരു വാശി മുടിച്ചിട്ടാ വരിക. എവിടെ രാത്രി? ഇന്ത്യയിൽ ഇറങ്ങി. അപ്പൊ തന്നെ അടുത്ത സ്ഥലത്ത് പാകിസ്ഥാനിൽ പാകിസ്ഥാനിക്ക് അപ്പത്തിനും എന്നിങ്ങനെ ലോകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക അള്ളാഹു. രാത്രി ഇങ്ങനെ ക്ലോക്ക് പിടിച്ചിട്ട് ഇവിടെ രാത്രി അടുത്ത സ്ഥലത്ത് രാത്രി, ഇവിടെ 3-1 ഇപ്പൊ കഴിയല്ലോ, അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ അള്ളാഹു താലയെ സംബന്ധിച്ച് ജൂതന്മാർക്ക് പറഞ്ഞുണ്ടാക്കാൻ ഏർപ്പാടുണ്ടാക്കുന്ന നിങ്ങളുടെ നയം എന്താണെന്ന് നിങ്ങളുടെ അനുയായികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. ഞങ്ങളുടെ അനുയായികൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പടക്കുട്ടികൾ ഒരിക്കലും തന്നെ വ്യതിചലിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയും ഇസ്ലാമിന്റെ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ആളെ കൂട്ടാനല്ല, ആളെ കാണണമെങ്കിൽ ഞങ്ങളുടെ സമ്മേളനങ്ങൾ വന്നു നോക്കൂ, തക്ബീറിന്റെ ആജക്കും നോക്കൂ. ഞങ്ങൾക്ക് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ നന്മക്കാണ് പറയുന്നത്, ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ എന്ന് മാത്രമോ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യത്തിലും പിന്നെ മാറ്റി പറയാ. ഇത് ജസദുണ്ട്, ജസദില്ല അങ്ങനെ പറഞ്ഞത്. എന്നാ ഇനി പറയുന്നു ഇടത്തും വലത്തും കൈയുണ്ട്. പിന്നെ പറയുന്നു വലത്തേത് എന്ന് പറഞ്ഞാൽ നല്ലതാ, വലത്തേ ഭാഗം നല്ലതാ. അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു താലക്ക് വലത് കൈയിലല്ല, അള്ളാഹു താലക്ക് ഇടത് കൈയില്ല, വലത് കൈ മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ എഴുതാ. ഞാൻ വായിക്കാം. അത്തൗഹീദ് പേജ് 124. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. ഇടത് കൈയിനെ കുറിച്ചുള്ള പരാമർശം എന്നിങ്ങനെ പറഞ്ഞ് വലത് കൈയുണ്ട് ഇടത് കൈയുണ്ട് എന്ന് നിങ്ങളുടെ അത്തൗഹീദിൽ നിങ്ങൾ എഴുതി വെച്ചതാണ്. എന്നാൽ നിങ്ങളത് മാറ്റി പറഞ്ഞു. പിന്നെയും മാറ്റി പറയുന്നു അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്ന്, അഥവാ അവന് ഇടത് കൈയില്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഹദീസിൽ വന്നിട്ടുണ്ട്, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, സുന്നി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അല്ലാതെ ആ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഹദീസില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടാവും, അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വാദം അങ്ങനെ ഉണ്ടാകില്ല. അത് ഇസ്ലാമിന്റെ വാദമല്ല. അത് മാത്രമോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ ദീനിൽ നിന്നും തെറിപ്പിക്കാൻ നോക്കുന്ന ഇവർ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് എന്താ? മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് സുന്നികൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന. ആ ഗതികേട് ഒരിക്കലും സുന്നികൾക്കില്ലട്ടോ. നിങ്ങൾക്കുണ്ടായിക്കോളൂ എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞങ്ങൾക്ക് ആ ഗതികേടില്ല. അള്ളാഹു തആല ഖുർആനിൽ തന്നെ, അള്ളാഹു തആലല്ലേ അവര് മുസ്ലിമാണോ അല്ലെങ്കിൽ വിശ്വാസമുണ്ടോ കാഫിറാണോ എന്നുള്ളത് അള്ളാഹു തആലല്ലേ ഏറ്റവും പ്രഥമമായി തീരുമാനിക്കുക. ഖുർആനിൽ തന്നെ പറഞ്ഞതാണ് അവർ അവിശ്വസിച്ചിരിക്കുന്നു, അവരവിശ്വസിച്ചവരാണ് എന്ന് ഖുർആനിൽ തന്നെ വ്യക്തമാക്കി പറയുമ്പോ ഞാൻ ഇവിടുത്തെ മുജാഹിദ് സുഹൃത്തുക്കളോട് വളരെ വിനയപൂർവ്വം, നമുക്ക് എന്തിനാണ് സത്യം മൂടി വെക്കേണ്ട ആവശ്യം? നാം വളരെയധികം സ്വാർത്ഥതയോടുകൂടെ പരസ്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗം കേൾക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ CD കേൾക്കുന്ന അങ്ങനെ ഒരു മനോഭാവമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതോടൊപ്പം പേരോട് ഉസ്താദിന്റെ
CD കേൾക്കും. അതുപോലെ തന്നെ സംവാദം ഇറങ്ങുമ്പോ നേരെ പോയിട്ട് മുജാഹിദിന്റെ CD അടിക്കും. ഞാൻ പറയുന്നു മുജാഹിദ് ഇറക്കിയ സീഡിയും കാണണം, സുന്നി ഇറക്കിയ സീഡിയും കാണണം. അപ്പൊ അറിയാ മൗലവിമാരുടെ വുളു മുറിയണ രംഗങ്ങള്, കോട്ടക്കൽ സമ്മാനത്തിൽ വെച്ച് നുണ പിടിച്ചതും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ രംഗങ്ങളും കണ്ടുകഴിഞ്ഞാല് അപ്പൊ മനസ്സിലാവും. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുക, വിഷയം ഒരുപാട് പറഞ്ഞു തീർക്കാനുണ്ട്. കുറച്ചുപോലും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇവരുടെ മണ്ടത്തരങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു കൊല്ലം തന്നെ വേണ്ടി വന്നാലും സാധിക്കുകയില്ല എന്നത് വസ്തുതയാണെങ്കിലും എനിക്ക് ഇവിടെയുള്ള മുജാഹിദ് സുഹൃത്തുക്കളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കിട്ടിയതിൽ എനിക്കറിയുന്നത് ഒരു നാഫിയായ ഇൽമാവട്ടെ എന്ന് എനിക്ക് ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് പറയുകയാണ്. എന്നിട്ട് ഹുസൈൻ സലഫി അടക്കം ഇവിടെ വന്ന മുജാഹിദ് ബാലുശ്ശേരി മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ പറ്റിയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന മക്ക മുശ്രിക്കീങ്ങൾ ഇത് ചൊല്ലിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സുന്നികളും എന്ന് പറഞ്ഞ് മക്ക മുശ്രിക്കീങ്ങളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകൾ നമ്മുടെ മേൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന ഏറ്റവും ദയനീയമായ രംഗങ്ങളാണ് ഇവിടെ 2 ദിവസം മുമ്പ് നടന്ന നാടകത്തിൽ ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ ആ കപടപ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്. ഈ ലബ്ബൈക്കായി ചൊല്ലിയതില് അദ്ദേഹത്തിന് തന്നെ ഒന്ന് അർത്ഥം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഏറ് കിട്ടുമായിരുന്നു. മൂപ്പർ പറയേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർക്കൊക്കെ ഏറ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രമാണങ്ങളിലുണ്ട് ഇസ്ലാമിന്റെ അനന്തരാവകാശിത്വം, അത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര കസർത്ത്. എന്നിട്ട് പറയാൻ എയ്ത്തുസ്താദിനെ കല്ലേറിട്ടണില്ല, പേരുസ്താദിനെ കല്ലേറിട്ടണില്ല, കഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്കൊന്നും കല്ലേറിട്ടിട്ടില്ല. അപ്പൊ ഓലം പിന്നെ ഇവിടെ വാർത്തയല്ല, നമ്മക്ക് കല്ലേറിട്ടുണ്ട്, നമ്മളെ കൂവേണ്ടി, നമ്മളാണ് ഇവിടെ വാർത്തയത്. ഓ മൗലവിമാരെ, സാധാ ഒരു വയസ്സുകാരന്റെ വേണ്ട, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വിവരം പോലും നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഇല്ലാതെ പോയത് എന്നാ അതിങ്ങനെ പ്രകടിപ്പിക്കണോ? ഞങ്ങൾ സാധാരണ പറയാറുണ്ട് വിവരമില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അതിങ്ങനെ അലങ്കാരാക്കരുത് എന്ന് പറഞ്ഞ മാതിരി ഞാൻ ആ വിഷയം ഒന്നും കൂടി ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ ലബ്ബൈക മുപ്പര് ചൊല്ലിയല് ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കുകാരനല്ലാതെ നിനക്കൊരു പങ്കുകാരനും ഇല്ല. അതന്നല്ലേ പങ്കുകാരൻ, ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക. എന്നിട്ട് ഇവർ പറയണ ഇതുപോലെ തന്നെയാണ് ഇന്നുള്ള സുന്നികളും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഭയങ്കര പ്രസംഗ. എന്നാ ഞാൻ പറയുന്നു, ഈ മക്ക മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്ന അള്ളാഹു പങ്കുകാരനുള്ള ഒരു അള്ളാഹു അതല്ല ഇസ്ലാം മതത്തിന്റെ നാഥൻ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇലാഹി. അങ്ങനെ മക്ക മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിലല്ല, അവർ ലാത്തയെയും ഉസ്സയെയും അള്ളാഹു അതേ ഇലാഹിയത്ത് തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്ന് പ്രമാണങ്ങളിൽ കാണാം. അതിങ്ങനെ വിശദമായി പറഞ്ഞപ്പോ നാദാപുരത്ത് വെച്ചിട്ട് തന്നെ അബൂജഹലിന് വിശ്വാസമുണ്ടോ എന്നതാണ് നമ്മുടെ മുഖ്യ ചർച്ച എന്ന് പറഞ്ഞ ഹുസൈൻ സലഫിയെ കൊണ്ട് ഏച്ചമടിച്ചോ. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, സമതീയത്തിലാണ് നമ്മുടെ വിഷയം. അതൊന്നും ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് അറിഞ്ഞുകൊള്ളണമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും കേൾക്കണം. നിങ്ങളുടെ കൂടി നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഉറങ്ങുന്നവനെ ഉണർത്താൻ കഴിയൂ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. അള്ളാഹു തആല പറഞ്ഞതാണ്, അവൻ ഉദ്ദേശിച്ചവരെ അവൻ ഹിദായത്തിലാക്കും. അള്ളാഹു തആല പിഴപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോ നിങ്ങൾക്ക് ഏതായാലും നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കാനായിട്ട് വകുപ്പില്ല. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, പടച്ചവനെ ഹിദായത്ത് നൽകണേ. ഞാൻ വളരെയധികം നീട്ടി പറയുന്നില്ല, ഒരുപാട് വിഷയം പറയാനുണ്ട്. അപ്പോ ഈ മക്ക മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്ന അള്ളാഹു നാം വിശ്വസിച്ചിരുന്ന അള്ളാഹു അല്ല എന്നതുപോലെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിക്കുന്ന കൈയുള്ള കാലുള്ള സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാത്രി 3/1 ഭാഗമാകുമ്പോ ഇറങ്ങി വരുന്ന അള്ളാഹു
ലോകത്തിന്റെ സൃഷ്ടാവല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പിന്നെ അടക്കി വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളങ്ങനൊന്നും പറയലില്ല. ഒരു മൗലവി പറയാ ഞങ്ങൾ കൈയുണ്ട് ഭാഗമുണ്ട് അങ്ങനൊന്നും പറയില്ല, ഞങ്ങൾ 2 കൈയുണ്ട് അങ്ങനൊക്കെ പറയൂ. അതെന്നല്ലേ ജസദ് ജഡം പ്രഖ്യാപിക്കുക, അത് കൽപ്പിക്കുക എന്നത് തന്നെ ഉപചര്യാണ്, കാഫിറാണ് എന്ന് നിങ്ങൾ പച്ചയായി നിങ്ങളുടെ ആശയസ്രോതസ്സായ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചെങ്കിൽ അതിനെങ്കിലും പിന്തുടർന്നുകൂടെ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഹുസൈൻ സലഫി തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നതുപോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. ഇങ്ങനെ ഹുസൈൻ സലഫി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹുസൈൻ സലഫി തന്നെ അർത്ഥം വെച്ച് പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ ആ കാഫിറാകുമെന്ന് നിങ്ങൾ പറഞ്ഞ അർത്ഥപ്രകാരം ഞങ്ങൾക്ക് അങ്ങനെ കാഫിറാക്കുന്ന പരിപാടിയില്ല. നിങ്ങൾ ആ കാഫിറാണെന്ന് നിങ്ങൾ പറഞ്ഞതു പ്രകാരം നിങ്ങളുടെ സക്കരിയ തലാഖിയും ഹനീഫ ചായപ്പൊടിയും പറഞ്ഞില്ലേ, കുട്ടികൾ പന്തെറിയുന്നത് പോലെ അള്ളാഹു ഈ ആകാശങ്ങളെ എറിയുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ഫഖദ് കഫറ എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിൽ തന്നെ ഹുസൈൻ സൽഫി പറഞ്ഞില്ലേ, ഒരു കുതിരക്കുട്ടിയെ എപ്രകാരം യജമാനൻ വളർത്തി പരിപാലിക്കുന്നുവോ അതുപോലെ അല്ലാഹു തആല നമ്മെ വളർത്തി പരിപാലിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിശേഷണങ്ങൾ നിങ്ങൾ തന്നെ കൊടുക്കുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഈമാനിന്റെ വിഷയം എന്താണെന്ന് അനുയായികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. എന്നിട്ട് പോരെ ഞങ്ങളെ കാഫിറാക്കാൻ, എന്നിട്ട് പോരെ ഞങ്ങളെ മുശ്രിക്കാക്കാൻ. സാധാരണ ഇവർ പറയാറുണ്ട് അമ്പിയാക്കൾക്ക് ഗൈബറിയില്ല, ഔലിയാക്കൾക്ക് ഗൈബറിയില്ല എന്നിങ്ങനെ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാ ഇപ്പൊ അതും വിട്ടുകണേ, അള്ളാഹ്ക്കും ഗൈബറിയില്ല, അള്ളാഹുവിനും ഗൈബറിയില്ല എന്നുള്ളത് എത്ര അപകടകരമായ വാക്കാണ്. സക്കരിയ സലാഹിനോട് ചോദ്യാണ്, സ്ത്രീധനത്തെ പറ്റിയിട്ട് ഹറാമാണെന്നോ അങ്ങനൊന്നും ഖുർആനിലില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഖുർആനിൽ എന്താ പരാമർശിക്കാത്തത്? അപ്പൊ സക്കരിയ സലാഹി ഭയങ്കര മറുപടി അല്ലേ. സക്കരിയ സലാഹി ഇങ്ങനെ ശേഷം ഖുർആൻ ഇറങ്ങിയ ശേഷം ഇങ്ങനെ സ്ത്രീധനത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു അള്ളാഹ്ക്ക് മുമ്പ് അറിയായിരുന്നോ? ഓ മൗലവിമാരെ, നിങ്ങളും ഇസ്ലാമും തമ്മിൽ ബന്ധം വിച്ഛേദിച്ചിട്ട് കാലം എത്രയായി? ഇനി ഇങ്ങനെ വിശേഷണങ്ങൾ നൽകാൻ പറ്റുമോ ഇല്ലേ? ഇങ്ങനെ വിശേഷണങ്ങൾ കൊടുക്കാൻ പാടുണ്ടോ? ഇപ്പോ നമ്മൾ പറയുന്നു മുഹൈദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, അള്ളാഹു തആലയോടും പറയുന്നു രക്ഷിക്കണേ, അള്ളാഹു തആല രക്ഷിക്കണേ. നമ്മൾ 5 വക്ത് നിസ്കാരത്തിന്, ഇവർക്ക് 5 വക്ത് നിസ്കാരത്തിന് ശേഷമൊന്നുമില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്ന് പറയുന്നല്ലാതെ ആ വക പരിപാടി അതും കൂടി ബാത്തില് അതിന്റെ സൈഡിൽ അത് വേണ്ട. ഈ കോലത്തില് വിശേഷണങ്ങളുടെ കാര്യങ്ങളിൽ ഈ മുഹൈദ്ദീൻ ശൈഖ് അങ്ങനത്തെ ഔലിയാക്കളോടും അമ്പിയാക്കളോടും നാം വിളിക്കുന്നത് അള്ളാഹു തആല അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനം അള്ളാഹു തആലയുടെ അടിമകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, നമ്മേക്കാൾ അവർക്ക് പദവിയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് തേടുന്നു. ഇതാണ് അപ്പൊ അവര് പറയും, അവിടും പറയണേ നിങ്ങളല്ലേ വിളിക്കണേ, ഞങ്ങളല്ലേ വിളിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഡയലോഗ് അടിച്ചെന്നൊക്കെ പറയണ്ടേ, ഇവിടെ സദസ്സിന്റെ മുമ്പിൽ പറയാൻ പറ്റൂല. അപ്പൊ ഖുർആനിൽ തന്നെ ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, അസ്സുമർ സൂറത്ത് 42-ാമത്തെ ആയത്ത്, അല്ലാഹു തആലയാണ് മരിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിസാ സൂറത്തിൽ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു മലക്കുകളാണ് മരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നു മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹു തആലയാണ്, ഒരു സ്ഥലത്ത് പറയുന്നു മഴ പെയ്യിപ്പിക്കുന്നത് മലക്കുകളാണ്. അതുപോലെ തന്നെ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു തആല സ്വയം പരിചയപ്പെടുത്തുന്നു റഊഫ്, റഹീം എന്നീ പദങ്ങളെ കൊണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നു റഊഫാണ്, റഹീമാണ്. അപ്പോൾ
ഈ ഖുർആൻ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം അത് തന്നെ ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? അങ്ങനെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? ചോദ്യം നമ്പർ 2.